പുനർനിർമ്മാണത്തിനായി പൊളിച്ചിട്ട റെയിൽവേ ഗേറ്റ് റോഡ് പുനരുദ്ധരിച്ച് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധം. മയ്യനാട് കുളങ്ങര റെയിൽവേ ഗേറ്റ് മുക്കുളം റോഡാണ് പുനർനിർമ്മാണത്തിന് വേണ്ടി പൊളിച്ചിട്ടത്. ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട്, അതിൽ പോകുന്ന കുട്ടികൾ സ്കൂൾ ബസ് ഇതിലെ കൂടെയാണ് പോകുന്നത്. കുട്ടികൾ സൈക്കിളിൽ പോകുന്ന കുട്ടികൾ മറിഞ്ഞ് വീഴുന്നു, റോഡ് പഞ്ചറാകുന്ന അപകടങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ട് ഇവിടുത്തെ ഈ കാക്കോട്ടുമൂല ഭാഗത്ത് തൊട്ട് ഈ വയനാട് ജംഗ്ഷനിലോട്ട് എല്ലാവർക്കും പോകേണ്ടത് ആശ്രയിക്കുന്ന ഈ ഒരൊറ്റ റോഡ്. കാക്കോട്ടുമൂല, മുക്കളം, മുക്കത്തുള്ളവർക്ക് പോകണം, ഇപ്പുറത്ത് വരണമെങ്കിൽ ഈ ഭാഗത്തോട്ടെല്ലാം കൊട്ടിയം ഭാഗങ്ങളിലെല്ലാം പോകണതിനെ ആശ്രയിക്കുന്ന ഒരു റോഡാണ്. റെയിൽവേ ഗേറ്റ് റോഡ് കുത്തിപ്പൊളിച്ചിട്ടിട്ട് മാസം 7 കഴിഞ്ഞു. മെറ്റലിളകി കിടക്കുന്ന റോഡിൽ കൂടി നടന്നു പോകാനോ ഇരുചക്ര വാഹനങ്ങളിൽ പോകാനോ വയ്യാത്ത അവസ്ഥ. ഈ റോഡിലൂടെ വേണം കാക്കോട്ടുമൂല ഗവൺമെന്റ് സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾക്ക് പോകാൻ. ഇരുചക്ര വാഹനങ്ങളും സൈക്കിളിൽ പോകുന്ന വിദ്യാർത്ഥികളും മറിഞ്ഞു വീഴുന്നത് ഇവിടെ ഇപ്പോൾ പതിവാണ്. ഈ റോഡ് കുളങ്ങര റെയിൽവേ ഗേറ്റ് മുതൽ മുക്കളം വരെയുള്ള റോഡാണ്. ഇതിൻ്റെ ശോചനീയാവസ്ഥ എന്ന് പറയുന്നത് ഇത് 6-7 മാസത്തിൽ പുറത്ത്, അതായത് നിയർ അബൌട്ട് 8 മാസത്തോളം ഇത് മെയിൻ്റെനൻസ് വേണ്ടി പൊളിച്ചിട്ട്. അത് ഇവിടെ ഇപ്പോൾ ഒരു പ്രാവശ്യം വന്ന് പൊളിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ലെയർ മെറ്റലിട്ട് റോഡ് ഇട്ടു. ഇപ്പോൾ അതെല്ലാം മെറ്റലെല്ലാം ഇളകി ആൾക്കാർക്കെല്ലാം ബുദ്ധിമുട്ടും, ഈ പോകുന്ന വണ്ടികളെല്ലാം പഞ്ചറാവുന്നു. പിന്നെ ആൾക്കാർക്ക് ഇതിലെ കൂടെ നടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഈ വണ്ടി റോഡിൻ്റെ ശോചനീയാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നടുവേദനകൾ, അങ്ങനെയുള്ള അവരുടെ വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനം ഇപ്പോൾ ആശുപത്രി കൊടുക്കാനേ കിട്ടുന്നു. അതുപോലെ വണ്ടി മെയിൻ്റെനൻസിന് വേണ്ടി ചിലവുകൾ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ മയ്യനാട് റെയിൽവേ ഗേറ്റ്, ചന്തമുക്കിലുള്ള റെയിൽവേ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ആംബുലൻസ് ഉൾപ്പെടെ ഈ വഴിയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ അത് ആംബുലൻസ് ഉൾപ്പെടെ വളരെ സ്ലോയിലേ ഇതിൽ കൂടെ പോകാൻ കഴിയുന്നുള്ളൂ. അത് ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ. തങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുതെന്നാണ് നാട്ടുകാർ നൽകുന്ന മുന്നറിയിപ്പ്. വേറൊരു മോശമായിട്ടുള്ള നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലല്ലേ ഇവിടെ ഈ റോഡ് ഉണ്ടാക്കിയിട്ട്. ഇലക്ഷന് 15-ാം തീയതി ശരിയാക്കുമെന്ന് പറഞ്ഞ് അത് 15-ാം തീയതി കഴിഞ്ഞിട്ടും ഇത് റോഡ് ശരിയാവും. ഇലക്ഷന് മുമ്പാണ് ഇത് നടത്തിയതല്ലേ? അതെ, ഇലക്ഷന് മുമ്പുള്ള പ്രഖ്യാപനമായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അത് ഒട്ടും ശരിയാക്കാത്ത രീതിയിൽ വണ്ടികൾക്കോ സ്കൂൾ ബസ്സുകൾക്കോ ഒരുപാട് യാത്രക്കാർ യാത്ര ചെയ്യുന്നൊരു റോഡാണ്. നടക്കാൻ പോലും വയ്യ. റോഡ് അടിയന്തിരമായി സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ വൻ പ്രക്ഷോഭത്തിന് തങ്ങൾ മുതിരുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം.